വർണ്ണവൃന്ദാവനം എന്നുമുണ്ടാകുമോ? വർണ്ണവൃന്ദാവനം എന്നുമുണ്ടാകുമോ? ജന്മമുണരുമോ? കണ്ണനുണ്ടാകുമോ? രാധയുണ്ടാകുമോ? രാസവനികയിൽ നവവസന്തമിവിടെ വരുമോ? വാനമുരളി ഒഴുകി വരുമോ? ഏതു വരുമോ? യമുനയിൽ വരുമോ? വർണ്ണവൃന്ദാവനം എന്നുമുണ്ടാകുമോ? ജന്മമുണരുമോ? വെൽക്കം ടു സേവ് വിത്ത് എലിസ. ഇന്ന് നമ്മൾ കൂടെയുള്ളത് വളരെ അനുഗ്രഹീത ഗായികയായിട്ടുള്ള ലേഖ മാം ആണ്. ലേഖ മാം ടീച്ചറാണ് അല്ലേ? ലേഖ ടീച്ചറാണ്. രാജഗിരി സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ അവിടെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പോ ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോ ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് ലയിച്ചിരിക്കുകയായിരുന്നു. ഇത് ഏത് ഇയറിലാണ് മാം പാടിയത്? എനിക്ക് 96 ആ ഒരു സമയമായിരിക്കണം. അതെ. ആദ്യത്തെ പാട്ട് ഏതാണ്? ആദ്യം പാടിയത് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് BA മ്യൂസിക് ആയിരുന്നു. അപ്പൊ അത് പഠിക്കാനായിട്ട് ട്രിവാൻഡ്രത്ത് നിൽക്കുന്ന സമയത്താണ് ഫസ്റ്റ് ദേവരാമ മാസ്റ്റർ പാട്ട് പാടുന്നത്. അത് മാഘമാസം മല്ലികപ്പൂ കോർക്കും കാവിൽ മേഘമാകും തിരശീല നീങ്ങും രാവിൽ അഷ്ടപതി ഗാനങ്ങൾ അലയിളകി അനുരാഗം ഈണത്തിൽ വീണമീട്ടി എന്ന് പറഞ്ഞു. മാഷെ അത് ദാസേട്ടന്റെ കൂടെ ആയിരുന്നു തരങ്കിണിയിൽ വെച്ച്, തരങ്കിണി സ്റ്റുഡിയോയിൽ വെച്ച്. എങ്ങനെയാണ് മാമിനെ തിരഞ്ഞെടുത്തത് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട്? ഞാൻ തരങ്കണിയിൽ ഇങ്ങനെ ട്രാക്കൊക്കെ നിറയെ പാടുമായിരുന്നു ആ സമയത്ത്. ഇഷ്ടംപോലെ ട്രാക്സ് പാടും. അപ്പൊ അവിടെ ഈ മറ്റേ ഓണപ്പാട്ടിന്റെ ഒക്കെ ആ സമയത്ത് ദാസേട്ടന്റെ ഒക്കെ കാസറ്റ്സ് വർക്കുകളും ഒക്കെ നടക്കുമല്ലോ. അല്ലാതെ ഫിലിം വർക്കും നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ ഫിലിം വർക്കുകൾ നടക്കും. അപ്പൊക്കെ ഞാൻ അത് പാടാൻ പോയത്. പിന്നെ യമനം എന്ന് പറഞ്ഞ ഒരു പടം, അതും ദേവരാമ മാഷിൻ്റെ മ്യൂസിക്കിലാണ് ഞാൻ പാടുന്നത്. അതിനകത്ത് ശരിക്കും ഒരു കവിത പോലെ ഒരു അവാർഡ് ഫിലിമാണത്. അപ്പം അതിലും ഈ ദേവരാമ മാസ്റ്റർ തന്നെ ഇതാണ് ഞാൻ പാടിയത്. അതിനകത്ത് പാട്ടായിട്ടല്ല, ഇങ്ങനെ ഒരു കവിത പോലെ. അത് ചിത്രാഞ്ജലിയിൽ വെച്ചാണ് അതിന്റെ റെക്കോർഡിങ് നടന്നത്. കവിത എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് ചൊല്ലുവോ? എനിക്ക് ശരിക്കും അത്രയും ഫുൾ ഓർമ്മയില്ലത്. മതി. തിരകൾക്ക് കടലൊരു തടവറ, തീരം തടവറ, എല്ലാം ഇങ്ങനെ തടവറ തടവറ എന്ന് വരും. ആ തീം അങ്ങനത്തെ ഒരു വയ്യാത്തൊരു ലേഡി വീൽ ചെയറിൽ ഇരുന്നിട്ടുള്ള അതാണ്. അപ്പൊ അങ്ങനെ ഒരു പാട്ടാ. അപ്പം ദേവരാമ തന്നെയാണ് അതിന്റെ. അപ്പൊ ഇവിടെ ഈ ട്രാക്കൊക്കെ പാടുന്ന കാരണം എന്നെ അങ്ങനെ വിളിച്ചതാ. അല്ലാതെ ആരും പ്രത്യേകിച്ചൊരു എന്താ പറയാ അങ്ങനെയല്ല. പക്ഷെ ഞാൻ മറ്റേതിൽ പാടുന്ന സമയത്ത് ഭരത് ഗോപി ഉണ്ടല്ലോ, അദ്ദേഹം എൻ്റെ ചിറ്റമ്മ അവിടെ ഉണ്ട്. അമ്മയുടെ നേരെ കസിനല്ല. അപ്പോൾ ആ ചിറ്റമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഭരത് ഗോപി. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് പാടുന്നത്. ആ ഒരു കെയർ ഓഫിലാണ് എനിക്ക് അതിൽ പാടാൻ ഇത് കിട്ടുന്നത്. അപ്പൊ ഈ നമ്മള് സിനിമയിലൊക്കെ പാടാനായിട്ട് ആ ഒരു പോകുന്ന സമയത്ത് നമ്മളുടെ പാട്ട് ഈ നായികയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി നമ്മൾ പാടി അതിങ്ങനെ കേൾക്കുമ്പോ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. അതെന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഈ മാഘമാസം ആ പടം അച്ഛനും ഞങ്ങളെല്ലാരും കൂടെ ഒന്നിച്ച് പോയാണ് കണ്ടത്. കണ്ടപ്പോൾ ഉർവശിയാണ് അതിനകത്ത് ആ സീനിൽ അഭിനയിക്കുന്നത്. സിദ്ദിഖും ഉർവശിയായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷമാണ് തിയേറ്ററിൽ കാണുക എന്ന് പറഞ്ഞാൽ. അപ്പൊ പേരൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കല്ലോ. അതിനകത്ത് വേറെ ഫീമെയിൽ സിംഗേഴ്സ് ആരുമില്ല. അപ്പം യേശുദാസ്, ലേഖ എന്നിങ്ങനെ എഴുതി കാണിച്ചു. അതൊക്കെ ഒരു വലിയ മെമ്മറി. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ അതൊക്കെ ഫോട്ടോ എടുത്തേക്കായിരുന്നു. അത്രേ ഉള്ളൂ. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പാട്ട് ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ടോ? എത്ര വയസ്സ് മുതൽ പാട്ട് പഠിക്കാൻ തുടങ്ങി? ഞാൻ 4ാം ക്ലാസ്സിലാവുമ്പോഴാണ് പാട്ട് പഠിക്കാൻ തുടങ്ങുന്നത്.
പക്ഷെ അതിന് മുമ്പ് ഞാൻ പാടുമായിരുന്നു. അപ്പം അമ്മ കുറേശ്ശെ പാടും. അച്ഛൻ്റെ വീട്ടിലും പാട്ടുണ്ട്. അച്ഛനൊരു കവിയായിരുന്നു, താഴത്തേടം രാഘവൻ നായർന്ന്. അച്ഛൻ പിന്നെ മലയാള അധ്യാപകനായിരുന്നു. FACറ്റിലാണ് അമ്മയും അച്ഛനും ടീച്ചേഴ്സായിരുന്നു അവർ രണ്ടും. അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു കലാവാസനയുണ്ട്. അച്ഛൻ്റെ വീട്ടിലും അച്ഛൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ കീർത്തനങ്ങളൊക്കെ വാതാപിയൊക്കെ എൻ്റെ കൂടെ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഇരുന്ന് പാടും. അപ്പം ആ ഒരു വാസന രണ്ട് ഭാഗത്തുനിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മ പാടുമായിരുന്നു നല്ലോണം. അപ്പം അമ്മയ്ക്ക് പിന്നെ ആ ഒരു അവസരമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മക്കളിൽ ആരെങ്കിലും പാടിയാലൊന്ന് അവരെ മാക്സിമം ഇതാക്കണം എന്നുള്ള അമ്മയ്ക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടും കൂടെ എന്നെ ഇങ്ങനെ കൊണ്ടു നടന്നു എന്ന് വേണമെങ്കിൽ പറയണം. അത്ര ഇങ്ങനെ എല്ലാ ഇതിനും. അപ്പം ആദ്യമൊക്കെ ഈ ലൈറ്റ് മ്യൂസിക്കൊക്കെ ഇതിൽ റേഡിയോയിൽ വരുമ്പോൾ അമ്മ എഴുതിയെടുക്കും. ലളിത സംഗീത പാഠം ഉണ്ട്. അപ്പൊ അത് എഴുതിയെടുത്തിട്ട് അമ്മ റെക്കോർഡ് ചെയ്ത് വെക്കും. അതൊക്കെ അമ്മയുടെ ജോലിയാണ്, ഞാനൊന്നും അറിയില്ല. എന്നിട്ടാണ് അത് എന്നെ കേൾപ്പിച്ചും അമ്മ പഠിച്ചും ഒക്കെയാണ് എന്നെ പഠിപ്പിക്കുന്നത് ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 4ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ പിന്നെ കർണാട്ടിക് പഠിക്കാനായിട്ട് എറണാകുളം MSc ലക്ഷ്മി ടീച്ചറും FACറ്റിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു അന്ന്. അപ്പൊ ടീച്ചർ എടുത്ത് ആക്കുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ സ്കൂളിനൊരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ആ ഗ്രൗണ്ടിൽ വെച്ച് ഒരു വലിയ ഫംഗ്ഷൻ നടക്കുമ്പോൾ അമ്മ പഠിപ്പിച്ചൊരു നിലവിളക്കിൻ തിരുനാളം. അന്ന് അത് ആർക്കും അത് സിനിമാ പാട്ടാണെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറി ഇത് പാടി. അതെനിക്കെപ്പോഴും ആ പാട്ടിനോട് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് ആ പാട്ട്. കാരണം അന്ന് ഞാൻ അത്രയും ചെറുതിലേ പാടിയൊരു പാട്ടാണ്. അപ്പോൾ ആ സമയത്ത് ക്യാമറ അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പം ചെറുതല്ലേ ഞാൻ, ആദ്യമായിട്ടാണ് അങ്ങനെ സ്റ്റേജിൽ നിന്ന് അങ്ങനെ പാടുന്നത്, അത്രയും വലിയ സ്റ്റേജിൽ. അപ്പൊ പെട്ടെന്ന് ഞെട്ടി എന്ന് പറഞ്ഞു അമ്മ. പക്ഷെ ഇങ്ങനെ ഞെട്ടി, പക്ഷെ പാട്ട് നിർത്തിയില്ല എന്ന് പറഞ്ഞു. ഞെട്ടിയെങ്കിലും പാട്ട് ഫുള്ളാക്കി. തീർച്ചയായിട്ടും. നിലവിളക്കിൻ തിരിനാളമായി വിടർന്നു നിറകതിർ ചൊരിയുമെൻ ഹൃദയം. നിലവിളക്കിൻ തിരിനാളമായി വിടർന്നു നിറകതിർ ചൊരിയുമെൻ ഹൃദയം. ഈ ദീപാഞ്ജലി സ്വീകരിക്കൂ ദേവി, ഈ ദീപാഞ്ജലി സ്വീകരിക്കൂ ദേവി, സ്നേഹപുഷ്പാഞ്ജലി സ്വീകരിക്കൂ. നിലവിളക്കിൻ തിരിനാളമായി വിടർന്നു നിറകതിർ ചൊരിയുമെൻ ഹൃദയം. ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയ പാട്ടാണ് അല്ലെ? ആദ്യമായിട്ട് നമ്മൾ റെക്കോർഡിങ്ങിന് പോയതില്ലേ? ആ റെക്കോർഡിങ്ങിന് പോകുമ്പോഴുള്ള ഒരു ഓർമ്മയില്ല, ഒരു അനുഭവം. ആദ്യത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്, ഫസ്റ്റ് റെക്കോർഡിങ് ശരിക്കും ഞാൻ ഇവിടെയാ ചെയ്യുന്നത്. ഞാന് കലാഭവനില് അന്ന് പാടുന്നുണ്ട്, കലാഭവന്റെ ട്രൂപ്പില്. അവിടുത്തെ ആബലച്ചൻ, ഞാൻ ഈ കോമ്പറ്റീഷൻ അർച്ച് പോവായിരുന്നു. അതൊക്കെ അമ്മയാട്ടോ കൊണ്ടുപോണേ. അമ്മയുടെ പണിയാണ് കാലത്ത് എണീറ്റ പേപ്പർ നോക്കുക, അതിനകത്ത് ഇങ്ങനെ മത്സരങ്ങൾ ഉണ്ടാവും. അതൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് എല്ലാം ഓർത്ത് വെക്കുന്ന അമ്മയാണ്. അമ്മ സ്കൂളിലും പോവും, അത് കഴിഞ്ഞിട്ട് ഇതിനും കൊണ്ടുപോകും എന്നെ. അങ്ങനെ അതിനു വേണ്ടി അമ്മയ്ക്ക് അതൊക്കെ ഒരു ഭയങ്കര ക്രേസ് ആയിരുന്നു അങ്ങനെ കൊണ്ടുപോകാൻ. പക്ഷെ അന്ന് ഇന്നത്തെ മാതിരി റിയാലിറ്റി ഷോ അല്ല, അന്ന് മത്സരങ്ങൾ. അപ്പൊ എറണാകുളത്ത് ഇഷ്ടം പോലെ മത്സരമാണ് ഒരു കൊല്ലം നടക്കുക. അപ്പം ഇതിനിങ്ങനെ കൊണ്ടുപോകും അമ്മ. അപ്പം അങ്ങനെ ഞാൻ കലാഭവനിൽ അടുപ്പിച്ച് കുറേ കാലം എനിക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് വന്നത് ലൈറ്റ് മ്യൂസിക്കിനൊക്കെ. അങ്ങനെ ആബലച്ചൻ അവിടെ പാടാൻ ക്ഷണിച്ചു ഗാനമേള ട്രൂപ്പിൽ. കലാഭവനിലൊക്കെ അങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ, അന്ന് ജയറാമൊക്കെ മിമിക്രി അവതരിപ്പിക്കുന്ന സമയമാണ്. ലാല്, സിദ്ദിഖ്, ജയറാം, അപ്പൊ അവരൊക്കെ അന്ന് മിമിക്രി ഇതിലുണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ പാടാൻ ചേർന്നത്. അപ്പൊ അന്ന് ആ സമയത്ത് TS രാധാകൃഷ്ണൻ സാറ് സംഗീതം ചെയ്ത ഒരു പാട്ട്, ഓണപ്പാട്ട്, ഞാൻ ആദ്യമായിട്ട് അവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. എൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന കലാഭവനിലാണ്. ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ പാടുന്നത് അതാണ്. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അന്ന് എനിക്ക് 9ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ റെക്കോർഡിംഗ് അല്ലേ? അന്ന് പേടിയുണ്ടായിരുന്നു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കയറുമ്പോ?
പേടിയുണ്ട്. പേടി അത് അന്നും ഇന്നും ഒക്കെ കൂടെ പുറപ്പാണ്. അത് എത്ര സ്റ്റേജ് കയറിയാലും നമുക്ക് ആദ്യം ഒരു ടെൻഷൻ അത് ഉണ്ട്. അത് ഏത് പാട്ടായിരുന്നു ആ ഓണത്തിന്റെ പാട്ട്? എനിക്ക് സത്യം പറഞ്ഞ പാട്ട് ഓർമ്മയില്ല. PS രാധാകൃഷ്ണൻ സാർ ആണെന്ന് അറിയാം. പാട്ടിന്റെ തുടക്കം ഓർമ്മയില്ല. കാസറ്റിൽ വന്നു. അതൊരു സന്തോഷല്ലേ. അന്ന് കാസറ്റ് വാങ്ങിയിരുന്നു. പിന്നെ കാസറ്റ് എന്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ കാസറ്റ്സുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിരിക്കുന്നത് ഏത് സംഗീത സംവിധായകന് വേണ്ടിയിട്ടാണ്? അത് ഞാൻ ഇപ്പൊ ദേവരാമാഷനാണ് രണ്ടും പാടിയേക്കണത്, രണ്ടെണ്ണം പാടിയിരിക്കണേ. പിന്നെ എല്ലാവരുടെയും ഓരോ രാജസാറിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിരിക്കണേ. മലയാളം ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേത് രാജസാറിന് ഞാൻ ഒരു 10-15 പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. തമിഴും തെലുങ്കും ഒക്കെ ആയിട്ട് അങ്ങനെ. രാജസാറിലേക്ക് എങ്ങനെയാണ്, ഏത് പാട്ട് കേട്ടിട്ടാണ് അദ്ദേഹം വിളിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ്? അല്ലല്ല, ഞാൻ ഇവിടുന്ന് ഇപ്പൊ അന്നൊരു ഇതെന്താ വെച്ചാല്, നമ്മുടെ കേരളത്തിൽ ഒരു റെക്കോർഡിങ്സും വലിയ വലിയ പടങ്ങളൊന്നും ഇവിടെ ഇല്ല. കേരളത്തിലൊക്കെ ചെറിയ ചെറിയ പടങ്ങളാണ്. അപ്പോൾ എൻ്റെ പഠിത്തം ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് ഞാൻ ഒരു 6 വർഷം അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് പാടിയതാണ് ഈ യമനം, എൻ്റെ പൊന്നു തമ്പുരാൻ, പണ്ടൊരു രാജകുമാരി, ശ്യാം സാറായിരുന്നു അതിൻ്റെ മ്യൂസിക്. അതും തരംഗിണിയിൽ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ പാടിയതാണ്. അങ്ങനെയൊക്കെ പാടി അപ്പം നമുക്ക് ഫിലിമിലേക്ക് പാടാനുള്ള ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇതുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ല, മദ്രാസിൽ പോകണം എന്തായാലും. അങ്ങനെ പഠിത്തം കഴിഞ്ഞിട്ടാണ് ഞാൻ മദ്രാസിലേക്ക് പോകുന്നത്. അപ്പം അച്ഛൻ വർക്ക് ചെയ്യാണ് ഇവിടെ. അച്ഛൻ എനിക്ക് വേണ്ടി വോളണ്ടറി എടുത്തു. അതായത് എൻ്റെ കൂടെ അവിടെ ആരെങ്കിലും വേണമല്ലോ. അപ്പം അതുകൊണ്ട് അച്ഛൻ ഇവിടെ നിന്ന് ജോലി വോളണ്ടറി എടുത്തിട്ടാണ് എൻ്റെ കൂടെ മദ്രാസിൽ ഞങ്ങൾ പോവുകയത്. പോയാൽ ആദ്യത്തെ പരിപാടി നമുക്ക് രാജസാറിനെ കാണുക എന്നുള്ളതാണ്. അതായിരുന്നു മനസ്സിൽ ഉദ്ദേശം. അങ്ങനെ രാജസാറിൻ്റെ അടുത്ത് പോയി സാറിനെ പാടി കേൾപ്പിക്കുക ചെയ്തത്. സാറിനെ ആദ്യത്തെ 2-3 ആഴ്ചയൊക്കെ നമ്മൾ അവിടെ പോയി വെറുതെ ഇങ്ങനെ നിന്നോളൂ. അപ്പൊ നമ്മളൊന്നും അറിയോ ഇല്ലല്ലോ. എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് അവിടെ നിൽക്കും. സാറിങ്ങനെ പോവും, വരും, കാണും. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചു, എന്താ അവിടെ നിൽക്കണേന്ന് ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു, നമ്മൾ കേരളത്തിൽ നിന്ന് വരികയാണ്, സാറിനെ കാണാനാന്ന് പറഞ്ഞു. അപ്പോൾ വരാൻ പറഞ്ഞു. സാറിൻ്റെ റൂമുണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് ഇരുന്നിട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ പാടി. ഞാൻ ഒരു കീർത്തനം ആണ് സാറ് പാടാൻ പറഞ്ഞു. കീർത്തനം പാടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിൽക്കണം, മദ്രാസിൽ നിന്നാലേ നമുക്ക് പാടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ നമ്പറൊക്കെ സുബയ്യെ അവിടെ അസിസ്റ്റൻസ് അപ്പം കൊടുത്തു. പിറ്റേ ദിവസം തന്നെ വിളിച്ചു തന്നെ. പിറ്റേ ദിവസം വിളിച്ചു ഒരു ഡ്യുവറ്റ് സോങ് പാടാനാണ്. അപ്പം അത് ഒരു പാട്ട്, ആ പാട്ടെന്ന് പറയുന്നത്, കാത്തിരുന്നേൻ തനിയേ എതിർപ്പാർത്തിരുന്നേൻ നനനേ പകലിരവിൽ തരനനനാ തരനാനേനും താരരാ ഇങ്ങ് കാത്തിരുന്നേൻ തനിയേ. നല്ലൊരു പാട്ട്. അത് പ്രശാന്ത് എന്ന് പറഞ്ഞ മറ്റേ ത്യാഗരാജൻ അദ്ദേഹത്തിന്റെ മകൻ അഭിനയിച്ച പടമാണ്. അപ്പൊ അത് പാടിയിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആക്കി ആ പാട്ട്. നമുക്ക് അങ്ങനെ നമ്മൾ വെറുതെ ട്രയൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയി പാടുന്നത്. എല്ലാം രാജസാറിന് ഞാൻ അങ്ങനെ പാടിയത്. അല്ലാണ്ട് ലേഖയാണ് ഇത് പാടുന്നതെന്ന് പറഞ്ഞിട്ട് പാടിയതല്ല. കാര്യം ഞാൻ അത്ര ഫേമസ് അല്ല. പിന്നെ ഒരാള് എനിക്ക് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാനല്ല, ആരുമില്ല. നമ്മൾ തനിയെ പോയി അവിടെ ചെന്നു. സാറിന്റെ അവരുടെ ഒരു ട്രൂപ്പ് പോലെയാണ്, ഒരു കലാകാരന്മാരെല്ലാരും. അപ്പൊ പാടുന്ന കുറെ പേരുണ്ടാവും, ഓർക്കസ്ട്ര വായിക്കുന്ന ബാക്കിയുള്ളവരുണ്ട്, അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് അവിടെ നിന്നപ്പോ പാടുന്ന സമയത്ത് നമ്മൾ എല്ലാം പാടും. നമ്മൾ ആ സമയത്ത് റീ റെക്കോർഡിങ് ഉണ്ടാവും, കോറസ് പാടണം. സാറിന്റെ വർക്കില് കാലത്തെ നമ്മൾ ഓഫീസിൽ പോകുന്ന പോലെയാ പോവാ. അപ്പൊ അതായത് കാലത്തെ നമ്മള് ബാഗ് എടുത്ത് പോവും. പോയി അവിടെ ചെന്നു, ഊണൊക്കെ അവിടെ തന്നെ അവര് അറേഞ്ച് ചെയ്യും. വർക്കാണ്. അപ്പൊ സോളോ തന്നെ ആവണം എന്നില്ല, എല്ലാം ഉണ്ട്. അപ്പൊ റീ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നമ്മള് ഫിലിം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലുള്ള മ്യൂസിക് അല്ലേ, നമുക്കിപ്പോ ഓരോ സങ്കടമൊക്കെ കാണുന്ന സീനിലും മ്യൂസിക് വായിച്ചിട്ടുണ്ട് അതിനകത്ത്. അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതാണ് ഈ റീ റെക്കോർഡിങ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഹം ചെയ്യണം നമ്മള്, ഹമ്മിങ് ആയിട്ട് തരും ചിലപ്പോ. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് കൂടുതലും അദ്ദേഹം എനിക്ക് ട്രാക്കായിട്ട് പാടാൻ, കുറെ കുട്ടികൾ അവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് കുറെ പാട്ടുകൾ
ട്രാക്ക് തരാനായിട്ട് തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യം എനിക്കത് അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരാന്ന് പറഞ്ഞാൽ ബാക്കി എത്രയോ കുട്ടികളുണ്ട് അവിടെ. അപ്പൊ ഹമ്മിങ് പാടാനും, ഹമ്മിങ് ആണെങ്കിലും രാജാ സാറിന് പാടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. കാര്യം രാജാ അത് ഓരോ പാട്ടും അല്ലെങ്കിൽ ഓരോ ഹമ്മിങ്ങും നമുക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന്റെ അടുത്ത് പാടുക എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ ബാക്കിയുള്ള അടുത്ത് പാടുന്ന മാതിരി അല്ലല്ലോ. രാജാ സാറിന് വേണ്ടിയിട്ട് പാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടിത്തരും? അതില് മക്കളാച്ചി എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി അദ്ദേഹം അഭിനയിച്ച ഒരു പടമുണ്ട്. അത് ഐശ്വര്യാണ്, ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യ ആണ് ആ പാട്ട് സീനിൽ അഭിനയിക്കുന്നത്. இப்போதென்ன தேவை, தப்பா என்ன பார்வை, இந்த மோகம் என்ன, எழுந்த தாகம் என்ன, வந்த நேரம் என்ன, மனம் விரும்பிய ராகம் என்ன, நெஞ்சம் நிலையினில் நில்லாது அலையென தள்ளாடுதோ, இப்போதென்ன தேவை, தப்பா என்ன பார்வை, இந்த மோகம் என்ன, எழுந்த தாகம் என்ன, வந்த வேகம் என்ன, மனம் விரும்பிய ராகம் என்ன, நெஞ்சம் நிலையினில் நில்லாது அலையென தள்ளாடுதோ, இப்போதென்ன தேவை, தப்பா என்ன பார்வை. താങ്ക് യു. രാജസാറേ, ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കുമല്ലോ നമ്മളെ കൊണ്ട്, അപ്പൊ ആദ്യം പഠിപ്പിക്കും അല്ലെ? പഠിപ്പിക്കും. അത് രാജസാറല്ല പഠിപ്പിക്കുന്നത്, സുബ്ബയ്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഉണ്ട്. സാറാണ് നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ച് അത് സ്റ്റുഡിയോയിൽ വെച്ച് പഠിപ്പിക്കും. പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സെപ്പറേറ്റ് പുറത്തൊരു മുറിയുണ്ട്. അവിടെ നിന്ന് കമ്പോസ് ചെയ്യുന്നൊക്കെ അവിടെയാണ്. പുറത്ത് മീൻസ് സ്റ്റുഡിയോയുടെ പുറത്ത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി സാറിന്റെ മുമ്പിൽ പാടി കേൾപ്പിക്കണം. പാടി കേൾപ്പിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ അത് ഇങ്ങനെയല്ല, സുന്ദരായൻ അത് അന്ത സംഗതി ഇപ്പിടി പോട്, അത് അപ്പിടി പോട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ടക്കേന്ന് പറയും. ഒന്നൊന്നും നമുക്ക് പഠിച്ചതും പോയി, കേട്ടതും പോയി, എല്ലാം പോവും. അപ്പൊ നമ്മുടെ കയ്യിലിരുന്ന് കംപ്ലീറ്റ് പോയി. പിന്നെ നമ്മൾ ബ്ലാങ്ക് ആയിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ പോണത്, പാടാൻ പോണതാണ്. പക്ഷെ ഒന്നും അവസാനം സാറിനോട് സാർ എന്താ പറഞ്ഞ ഒന്നും എന്താ മാറ്റിയതെന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാൻ പറഞ്ഞ് പിന്നെ അവിടെ ഇരുന്ന് അതൊക്കെ പറഞ്ഞെന്ന് മാറ്റി പറഞ്ഞു തന്നിട്ട് പിന്നെ പാടിക്കും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ട്രാക്ക് പോലെ തന്നെയാണ് അതൊക്കെ പാടുന്നത്. ഒന്നും ഇപ്പൊ എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. നമ്മൾ പാടുന്നു, പാടാൻ പറയുന്നു, നമ്മൾ പാടുന്നു, അത്രേ ഉള്ളൂ. അപ്പം മറ്റ് പാടേണ്ട സിംഗേഴ്സ് പിന്നെയാണല്ലോ വന്നത് പാടുക. നമ്മളുടെ അപ്പം മാഞ്ഞു പോവും. അതാണ് ഈ ട്രാക്ക് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടൊരു മീറ്റർ അതിന്റെ കറക്റ്റ്. അപ്പൊ ഓർക്കസ്ട്രയുടെ കൂടെയാണ് നമ്മൾ പാടുന്നത്. ലൈവാ പാടുന്നത് കേട്ടോ. നമ്മള് വോയിസ് മാത്രമല്ല വന്ന് പാടുന്നത്, ലൈവായിട്ട് ഓർക്കസ്ട്രയുടെ കൂടെ വന്നിട്ട് നമ്മൾ പാടണ്ടേ. അങ്ങനെയാണ്. ട്രാക്കിന് അങ്ങനെയാണ്. ട്രാക്ക് അങ്ങനെയാണ്. എല്ലാ ഓർക്കസ്ട്ര ഉണ്ടാവും. അവിടെ നിന്ന് നമ്മൾ ചിലപ്പോൾ 3-4-5-6 ടേക്കൊക്കെ എടുക്കേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ വീണ്ടും പാടണം. അങ്ങനെ 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 പാടി അങ്ങനെ ആണ് അവിടുത്തെ ഒരു രീതി. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ ഇപ്പോൾ കാത്തിരുന്നതിനൊക്കെ പാടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ പിന്നെയും വരുമല്ലോ അവിടെ വർക്കിന് വന്ന് കഴിഞ്ഞ് സാറ് പിന്നെ വന്ന് കേൾക്കും. ഇത് എല്ലാ റെക്കോർഡിങ്ങിനും സാറ് ഇരിക്കാറില്ല, രാജസാറ് ഇരിക്കാറില്ല. ചിലതിനിരിക്കും, ചിലതിന് എല്ലാം പറഞ്ഞു തന്ന് 3-4 ഇതൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ സാറ് പോവും. എന്നിട്ട് ബാക്കിയുള്ളവർ അതിൻ്റെ അസിസ്റ്റൻ്റ് നിന്ന് കറക്റ്റാക്കി അത് ചെയ്യാണ് പതിവ്. അപ്പോൾ ഫൈനൽ ഇതൊന്നും സാറ് ചിലപ്പോൾ കേട്ടു എന്ന് വരില്ല, പിന്നെയാണ് സാറ് വന്ന് കേൾക്കുക. പിറ്റേ ദിവസം വന്നിട്ട് രാവിലെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് കേൾക്കുന്നത്. അപ്പോൾ കേട്ട് കഴിയുമ്പോൾ സാറ് പറയാ ഈ അത് മതി, വേറെ ആരും ഇനി പാടണ്ട. അങ്ങനെയാണ് എനിക്ക് ഈ പാട്ടുകളെല്ലാം കിട്ടിയത്. അപ്പൊ അത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാര്യം ഒരാൾ എനിക്ക് പറയാനില്ല. അപ്പൊ അങ്ങനെ രാജസാറ് പറയാണ് ഇത് ഈ കുട്ടി ഇവള് പാടിയത് മതി, വേറെ ആരും പാടണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ പരം സന്തോഷം വല്ലതും ഉണ്ടാവും. അപ്പൊ എല്ലാം എനിക്ക് അങ്ങനെ ബോണസാണ്. എല്ലാം കിട്ടിയതൊക്കെ അങ്ങനെ കിട്ടിയ പാട്ടുകൾ, ഈ വർണ്ണവൃന്ദാവനം വരെ അങ്ങനെ തന്നെ കിട്ടിയതാണ് എനിക്ക്. സാറിൻ്റെ അടുത്ത് ട്രാക്ക് പോലെ പാടി കിട്ടിയ പാട്ടുകളാണ്. ജസാന്റെ അടുത്ത് എത്ര നാളുണ്ടായിരുന്നു? ചെന്നൈയിൽ എത്ര നാളുണ്ടായിരുന്നു? ഞാനൊരു 6-7 വർഷം ഉണ്ടായിരുന്നു.
വർഷം ഉണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് ആണ് അവിടെ പോയത്. അപ്പൊ സാറിനിങ്ങനെ കുറെ അധികം പാട്ടുകൾ ഇങ്ങനെ പാടി. അതിൽ തെലുങ്കും ഉണ്ട്. ഇത് പാടി പല മ്യൂസിക് ഡയറക്ടേഴ്സിനും പാടി കേട്ടോ. പക്ഷെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് പോകാനൊക്കെ മലയാളം കുഴപ്പമില്ല. പക്ഷെ തമിഴിനൊക്കെ നമുക്ക് മറ്റൊരു മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് അവിടെ കുറച്ച് പൊളിറ്റിക്സ് ഇതൊക്കെ ഉണ്ട് അതിന്റെ കാര്യത്തിൽ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളടത്ത് പോയാൽ ഇവിടെ അറിയും. അപ്പൊ അത് അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മളൊരു വീടൊക്കെ എടുത്താണ് അവിടെ താമസിക്കുന്നത്. നമുക്ക് അധികം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് നമ്മൾ ചെല്ലുന്നതും. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ തങ്ങണമെങ്കിൽ അതിൻ്റെ വാടക കൊടുത്ത് ഒക്കെ നിൽക്കണം. അപ്പം അതിനിതൊരു ശരിക്കും പറഞ്ഞാൽ രാജസാറിന് 30 ദിവസവും വർക്കാണ്. അങ്ങനെയുള്ളൊരു മ്യൂസിക് ഡയറക്ടർ വേറെ ഇല്ല. 30 ദിവസം, അതാ ഞാൻ പറഞ്ഞു, ഒരു ഓഫീസിലെ പോലെയാണ്. 30 ദിവസവും നമുക്ക് വർക്ക് ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് നമുക്ക് അവിടെ നിക്കണമെങ്കിലും പൈസ വേണമല്ലോ. പാട്ട് മാത്രം അവിടെ സ്റ്റേ ചെയ്ത് പോണെങ്കിൽ അതിന്റെ വാടക കൊടുക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതെ എല്ലാം വേണമല്ലോ. അപ്പൊ രാജസ്ഥാൻ്റെ അടുത്ത് നിൽക്കുന്നത് പാടുന്നതിനോടൊപ്പം തന്നെ ഇതും എല്ലാം അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ നമുക്ക് വേറൊരു മ്യൂസിക് അവിടെ തമിഴൊക്കെ ആണെങ്കിൽ റഹ്മാൻ സാർ. അപ്പൊ എല്ലാരും ചോദിക്കും ഇതെന്താ അവിടെ നിന്നിട്ട് റഹ്മാൻ അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ചിന്ന ചിന്നാസ് ഹിറ്റായിട്ട് ഇരിക്കുന്ന സമയം. മിനി പിന്നെ എനിക്ക് നേരത്തെ ഞങ്ങൾ ഇവിടെ വെച്ച് മിനി, കെസ്റ്റർ, രാധിക, ഞങ്ങൾ 4 പേരുമാണ് ഇവിടെ ഏകദേശം ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പൊ മിനിയുടെ ഫാമിലി ആണെങ്കിലും അച്ഛനൊക്കെ ആണെങ്കിലും എൻ്റെ അച്ഛനും ഒക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ്. നമ്മളൊരു ഫാമിലി പോലെ. അപ്പം മിനി അവിടെ ഉണ്ട് ആ സമയത്ത് പാടും. അപ്പം ഞാൻ ചെല്ലുമ്പോഴേക്കും എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയമാണ്. ശബ്ദമൊക്കെ ഒന്ന് ഇതായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഞാൻ ചെല്ലുന്ന സമയത്ത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ റഹ്മാൻ അദ്ദേഹത്തെ കാണാൻ ഞാൻ പോയി. ഒരു കാസറ്റ് CD കൊടുത്തു പോയിട്ട് ഞാൻ പാടിയ. അപ്പം എന്നോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചു, ഇപ്പം റീറെക്കോർഡിങ് നടക്കുകയാണ്, സോങ് റെക്കോർഡിങ് ആകുമ്പോൾ വരൂ പറഞ്ഞു. എന്നിട്ട് CD കൊടുക്കുകയും ചെയ്തു. പക്ഷെ നമുക്ക് ഇവിടുന്ന് അങ്ങനെ പോകാൻ അനുവാദമില്ല. അത് കാരണം എനിക്ക് പിന്നെ അദ്ദേഹത്തെ പോയി കാണാനോ ഒന്നും പറ്റിയിട്ടുമില്ല. വിദ്യാസാഗർ സാറ് അവരൊക്കെ ഉണ്ട് അവിടെ. നല്ല വേറെ മ്യൂസിക്. നമ്മൾ ഇവിടെ അങ്ങനെയല്ലോ, ഇവിടെ നമ്മൾ എല്ലാവർക്കും പോയി പാടും. അവിടെ അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നതിന്. അത് അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും സാധിച്ചില്ല നിൽക്കുന്ന സമയത്ത്. അപ്പോഴാണ് ഈ മലയാളം പാട്ടുകൾ ഇഷ്ടംപോലെ. ഗുരു എന്ന് പറയുന്ന പടമൊക്കെ ആ സമയത്ത് അവിടെ ചെയ്ത. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ കളിയൂഞ്ഞാൽ എന്ന് പറയുന്ന പടമാണ്, മമ്മൂട്ടി അദ്ദേഹം അഭിനയിച്ച കളിയൂഞ്ഞാൽ എന്ന് പറയുന്ന പടമാണ്. അപ്പൊ എന്നെ വിളിച്ചു, ഞാൻ പാടാൻ ചെന്നു. അതില് പക്ഷെ ഓർക്കസ്ട്ര ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വോയിസ് മാത്രമാണ് അവിടെ കൊടുത്തത്. അതിന് ലൈവ് അല്ല ഞാൻ പാടിയത്. അപ്പോൾ ചെന്നു പഠിച്ചു, പാട്ട് പഠിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നന്നായി പാടിയാൽ ഈ പാട്ട് നിനക്കാം എന്നൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാക്ക് പാടി ഇട്ടു. അപ്പോഴും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഞാൻ അറിയുന്നു അത് ആ പാട്ട് തന്നെ സെയിം ചിത്ര ചേച്ചിയും വന്നു പാടിയെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. അപ്പൊ പിന്നെ ഞാനുള്ള പ്രതീക്ഷ വിട്ടു. അപ്പൊ എനിക്ക് അറിയില്ല, അപ്പൊ എൻ്റെ പോയി കാണുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്നിട്ട് രാജസാറിനോട്, അപ്പൊ രാജസാറായിട്ട് കുറെ ക്ലോസ് ആയി, നമ്മൾ അത്രയും വർഷമായില്ലേ നിൽക്കുന്നു. അപ്പൊ ഞാൻ രാജസാറിനോട് പറയുകയും ചെയ്തു. അപ്പൊ സാറിങ്ങനെ ഈ പാട്ടിനെ കുറിച്ച് എന്തോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞാൽ എനിക്ക് ആ പാട്ട് കിട്ടിയേനേന്ന്. ഞാനൊന്ന് പറയുകയും ചെയ്തു സാറിൻ്റെ അടുത്ത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്നിട്ട് ഞാൻ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി. വെറുതെ സിനിമ കാണാൻ പോയതാണ്. പോയപ്പം എൻ്റെ പേരൊന്നുമില്ല അതില്. പേരില്ല. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ ഗായിക ഭവതാരണി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹത്തിന് സാറിന്റെ മോളാണ് ആദ്യമായിട്ട് മലയാളത്തിൽ പാടുക. അപ്പൊ അങ്ങനെ ഒരു ടൈറ്റിലുണ്ട്. അപ്പൊ ഒന്നുമില്ല. അപ്പം നമ്മൾ ഇതിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ പാട്ട് വന്നപ്പോഴേ ഞാനപ്പോ അമ്മയുടെ പറഞ്ഞ, അയ്യോ ഇത് ഞാൻ പാടി. എന്റെ ശബ്ദം എനിക്കറിയാലോ, ചിത്രേച്ചി പാടിയ ചിത്രേച്ച വേറെ ലെവലാ. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ഞാൻ പാടിയതാണല്ലോ ഇട്ടേക്കണേ എന്ന് പറയുകയും ചെയ്തു. ഞാനപ്പൊ അങ്ങനെയാണ് നമുക്കത് മനസ്സിലായത് ഇതിനകത്ത് വന്നു എന്നുള്ളത്. പക്ഷെ പേര് വരാഞ്ഞപ്പോ സങ്കടമായില്ലേ? അത് ഭയങ്കര സങ്കടമായി. കാര്യം വെച്ചാൽ പാട്ട് ഭയങ്കര ഫേമസ് ആയി. പക്ഷെ അത് ആരാ പാടിയെന്ന് ഒന്നും അറിയാത്തതുകൊണ്ട് സത്യത്തിൽ നമ്മുടെ തലവര തന്നെ മാറി. അപ്പൊ അതിനകത്തൊരു ക്രെഡിറ്റ് വന്നില്ല, ഇവനെ കഴിഞ്ഞില്ലേ, എന്ത് ചെയ്തിട്ടും കാര്യമില്ല.
പിന്നെ നമ്മൾ ആ സർഗം ഓഡിയോസിൻ്റെ അടുത്ത് വിളിച്ച് നമ്മൾ ഫോൺ ചെയ്ത് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പൊളിറ്റിക്കലി നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല. നമ്മളങ്ങനെ ഇപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ശരി അതിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്ത് അല്ലെങ്കിൽ ഒരു കോടതിയിൽ ഒരു ഇത് അങ്ങനെയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, ഇതിനൊരു കേസ് കൊടുത്തൂടെ എന്നൊക്കെ. എന്തിനാണ് അതിൻ്റെ ഒന്നും അതിലൊന്നും നമുക്കുള്ളത് നമുക്ക് കിട്ടാനുള്ളത് കിട്ടും, അത്രേ ഉള്ളൂ. അത്രയൊക്കെ ഞാൻ അത് അപ്പൊക്കെ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. വിഷമം ഇല്ലാഞ്ഞിട്ടല്ല, വിഷമം അന്നും എന്നും ഉണ്ട്. ആ വിഷമം നമുക്ക് ഉണ്ടാവുമല്ലോ നാച്ചുറലി. അയ്യോ അതിനൊരു പേര് വന്നെങ്കിൽ അറിയപ്പെട്ടതിനെ കുറച്ചും കൂടെ എന്നുള്ളൊരു ഇത് വന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ആലോചിക്കും ഇതൊന്നും അല്ല കാര്യം എന്നുള്ളത്. പ്രായം കടക്കും തോറും അന്നത്തെ ചെറുപ്പത്തിൻ്റെ ഇതിൽ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കുമെങ്കിലും ഓരോ പ്രായം കടക്കുമ്പോൾ ഇതിലൊന്നും അല്ല കാര്യം, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് പല കാര്യങ്ങളുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയല്ലേ വലിയ സന്തോഷം. നമ്മുടെ ആൾക്കാരെയും കണ്ട് അല്ലേ, അതിനൊരു ഭാഗ്യം ഭഗവാൻ തരണമല്ലോ എന്ന് ആലോചിക്കും. അസുഖമൊന്നും ഇല്ലാണ്ട് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റണമെന്ന് പിന്നെ പിന്നെ അങ്ങനെയായി നമ്മുടെയൊക്കെ ചിന്ത, അങ്ങനെ അത്രേ ഉള്ളൂ. ആ പാട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മലയാളത്തിലേക്ക് വരുന്നത്? അല്ല, അവിടെ വെച്ച് വർണ്ണവൃന്ദാവനം പാടിയത് മദ്രാസിൽ വെച്ചാ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ എല്ലാം മതിയാക്കി ഇങ്ങ് പോന്നു, കേരളത്തിലേക്ക് പോന്നു. തിരിച്ച് വന്നിട്ട് പിന്നെ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളൊരു 5-6 വർഷം അവിടെ നിന്നാണല്ലോ. അപ്പൊ കല്യാണമൊക്കെ ആലോചിക്കേണ്ട ഒരു പ്രായമൊക്കെ കഴിഞ്ഞു ഏകദേശം. അപ്പൊ പിന്നെ കല്യാണം ആലോചിക്കണം. നമ്മളുടെ ഒരു എന്താ പറയാ, ഇനി അത് കല്യാണം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ പാട്ടിന് ഇഷ്ടമുള്ള ആളാണോ, നമുക്ക് യോജിച്ച് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രോത്സാഹിപ്പിക്കുന്ന ആളാണോ അറിയില്ല, പാടാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പൊ ഇതെല്ലാം ആ ആഗ്രഹം അങ്ങ് തീർത്തതാണ് ശരിക്കും മദ്രാസിൽ പോയിട്ട്. അതായത് കല്യാണത്തിന് മുമ്പാകുമ്പോൾ അച്ഛനും അമ്മയും കൊണ്ടുപോകും, അവരുടെ ആഗ്രഹമാണത്. അത് കഴിഞ്ഞ് നടന്നില്ലെങ്കിലോ, നമ്മൾ അപ്പൊ കല്യാണം കഴിച്ചിട്ട് ഇനി പാടാൻ പോവാന്ന് പറഞ്ഞപ്പോ ഇവിടെ നിൽക്കുന്ന ആള് സമ്മതിച്ചില്ലെങ്കിൽ പണിയായി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം, പക്ഷെ അത് നന്നായി. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് തീർത്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങ് പോന്നു. അപ്പൊ നമുക്കൊരു റിഗ്രറ്റ് ഇല്ല ഇനി. അയ്യോ ഞാൻ അല്ല അവിടെ പോയിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി ഒന്നും നമുക്ക് അങ്ങനെ തോന്നുമല്ലോ ചിലപ്പോ, അല്ലേ? നമ്മളത് ട്രൈ ചെയ്തെങ്കിൽ ചിലപ്പോ നമുക്ക് നല്ലൊരു ഇത് കിട്ടിയേനേലോ എന്നൊക്കെ. അങ്ങനെയൊക്കെ അതൊന്നും ഇല്ലല്ലോ ഇപ്പം. നമ്മളത് കഴിഞ്ഞു പോന്നു. അതെ അതെ, പാടി പോന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഇതൊക്കെ തന്നെയാണ് വിധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിൽ പറഞ്ഞ് ഇതാക്കി നമ്മൾ പോന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും കല്യാണ ആലോചനകളൊക്കെ തുടങ്ങി. അപ്പൊ നമ്മളെ പ്രത്യേകിച്ച് ഈ പാട്ടിങ്ങനെ പ്രൊഫഷണലായിട്ട് എടുത്തിട്ടുള്ളതുകൊണ്ട് കല്യാണം എന്ന് പറയുന്ന ഒരു വലിയ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പാട്ടിനെ എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളത് അറിയില്ലല്ലോ. അങ്ങനെയാണ് മാതൃഭൂമി ആഴ്ച വകുപ്പിലാണ് സയ്യേട്ടൻ്റെ ഒരു ഇത് കാണുന്നത്. സയ്യേട്ടന് ഇത് ഇട്ടിട്ട് ഇങ്ങനെ അതിൽ പ്രത്യേകം കർണാടക സംഗീതം എന്നൊക്കെ പറഞ്ഞ് സയ്യേട്ടന് ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആള് വേണം. പിന്നെ വായന പിന്നെ എനിക്ക് ഒട്ടുമില്ല. ഫലിതം, ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇത് 3 ഉള്ള കുട്ടികളിൽ നിന്ന് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു സയ്യേട്ടൻ. അമ്മയാണ് അത് നോട്ട് ചെയ്തത്. കർണാടക സംഗീതം എന്ന് കണ്ടപ്പോ അമ്മ അണ്ടർലൈൻ ചെയ്തു. കാര്യം അത് അങ്ങനെ പറയണമെങ്കിൽ പാട്ടിനോട് ഇത്തിരി സിൻസിയർ ഇതുള്ള ആളാ, അല്ലാണ്ട് വെറുതെ സംഗീതമല്ല. അത് കണ്ടപ്പോ അമ്മ, എന്നിട്ട് ഞാൻ തന്നെയാണ് അത് പൂരിപ്പിച്ച് ഞാനാണ് മാതൃഭൂമി ഓഫീസിൽ കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഒരു രസം എന്താ വെച്ചാൽ ഇത് കിട്ടിയപ്പോഴേ സയ്യേട്ടന് എന്നെ മനസ്സിലായി. കാര്യം ഞാൻ ഡിഗ്രിക്ക് ട്രിവാൻഡ്രത്ത് പഠിക്കുമ്പോൾ സയ്യേട്ടൻ അവിടെ ഇൻകം ടാക്സിൽ ജോലി ചെയ്യാം. അപ്പൊ സയ്യേട്ടൻ ഈ പാട്ട് പ്രാന്തുള്ളതുകൊണ്ടേ ഞാൻ ആ സമയത്ത് ഒരു സെലിബ്രിറ്റിയാണ്. അന്ന് ദൂരദർശനിലൊക്കെ നിറച്ച് പരിപാടിയാണ്. ഞാൻ പരിപാടി അവതരിപ്പിക്കണു. കേരള യൂണിവേഴ്സിറ്റി വിന്നറാണ്, ലൈറ്റ് മ്യൂസിക്, കർണാട്ടിക്. അപ്പൊ എല്ലാ പേപ്പറിൽ വരും. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സെലിബ്രിറ്റി, കൊച്ചു സെലിബ്രിറ്റി ആയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ ട്രെയിനിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സയ്യേട്ടൻ മനസ്സിലായി. പാട്ടായതുകൊണ്ട് സയ്യേട്ടൻ ശ്രദ്ധിച്ചിരുന്നു ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ നടന്നു പോണൊക്കെ സയ്യേട്ടൻ കണ്ടിട്ടുണ്ടെന്ന് കല്യാണം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ സയ്യേട്ടന് ഇത് കിട്ടിയപ്പോ തന്നെ ആളെ മനസ്സിലായി. അങ്ങനെയാണ് സയ്യേട്ടനാണ് എന്നെ ആദ്യം കാണാൻ വരുന്നതും. ദൈവാധീനം പോലെ ആ കല്യാണം തന്നെ നടന്നു. മറ്റൊരാളുടെ മുമ്പിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നില്ല, ദൈവം സഹായിച്ച്. പിന്നെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഇത് പൃഥ്വിരാജ് അഭിനയിച്ച നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി എന്നിട്ട് രാജസേനൻ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടമാണ്.
അപ്പൊ അതിനകത്തൊരു നല്ലൊരു പാട്ട് വിധുവിന്റെ കൂടെ, വിധു പ്രതാപിന്റെ കൂടെ പാടാൻ പറ്റി എനിക്ക്. അത് നമുക്ക് കേൾക്കാം. പുഞ്ചിരി മൊട്ടിന് പൂവഴക്, പൂമിഴി കണ്ടാൽ മീനഴക്, മിന്നണ മീന് പൊന്നഴക്, മൊഴിയണ ചുണ്ടിൽ തേനഴക്, കമ്മലിട്ട് തരുമോ വെള്ളിത്താരങ്ങൾ, കളരിയിലംഗം തീർന്നാൽ കല്യാണം. പുഞ്ചിരി മൊട്ടിന് പൂവഴക്, പൂമിഴി കണ്ടാൽ മീനഴക്, മിന്നണ മീന് പൊന്നഴക്, മൊഴിയണ ചുണ്ടിൽ തേനഴക്. ഇതൊക്കെ മാമിന്റെ പാട്ടുകളാണ്, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. ഇതെല്ലാം അല്ലെ, പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളാണ്. പക്ഷെ അതിൽ പലതും നമുക്ക് പാടിയത് ഇന്ന ഗായികയാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അതാണ് അങ്ങനെ വരുമ്പോ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല മാം. അപ്പൊ അതിനൊക്കെ അതിജീവിച്ചു കഴിഞ്ഞു. അല്ല, ഇതിലൊക്കെ പേര് വന്നിട്ടുണ്ട് കേട്ടോ, ഇതിലൊക്കെ പേര് വന്നാണ്. പക്ഷെ മറ്റേ വർണ്ണവൃന്ദാവനം എന്ന് പറയുന്ന പാട്ടൊരു നല്ല ലെവലിൽ പോയൊരു പാട്ടാണ്. അതാണ്. പിന്നെ അവാർഡ് കിട്ടിയ പാട്ടുണ്ടല്ലോ. ഞാന് അത് കഴിഞ്ഞിട്ട് ശ്രീവത്സൻ ജയമേനോൻ അദ്ദേഹം മ്യൂസിക് ചെയ്ത് സ്വപാനം എന്ന് പറഞ്ഞിട്ട് ജയറാമൊക്കെ അഭിനയിച്ചൊരു പടം, ഷാജിയൻ കരുൺ അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ. അതിനാണ് എനിക്ക് റേഡിയോ മിർച്ചി ബെസ്റ്റ് ഫീമെയിൽ സിംഗർ അവാർഡ് വരുന്നത്. ഒരു വേളരാവിന്നകം വെയിലാകുമോ ഇനി, ഇരുളാകുമെന്നെഞ്ചിൽ കനലാളുമോ. അതൊരു സെമി ക്ലാസിക്കൽ ഒരു പദം പോലത്തെ ഒരു, അത് അതിന്റെ തീം അങ്ങനെയാ, ഒരു ഡാൻസുകാരുടെ കൊട്ടുകാരന്റെ ഒരു കഥ, അങ്ങനത്തെ ഒരു പാട്ടാണ്. പിന്നെ എന്റെ പിറ്റേ വർഷം 16 ജാലകത്തിനരികെ പോപ്കോൺ എന്ന് പറയുന്ന പടത്തില് ഗിരീഷ് കുട്ടൻ അദ്ദേഹമാണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത്. അതിനകത്ത് ജാലകത്തിനരികെ പൂത്തു നിൽക്കും പൂമരം പോലെ, ഈറനാം നിൻ തൊടിയിൽ മിന്നി നിൽക്കും പൂമരം പോലെ എന്ന് പറഞ്ഞ നല്ലൊരു മെലഡി. അതും എനിക്ക് ആ വർഷവും 2 വർഷം അടുപ്പിച്ച് അങ്ങനെ കിട്ടി. ഒരുപാട് സന്തോഷം. ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്, എന്നാലും ഇനി അവസരങ്ങൾ വന്നാൽ പാടാൻ പോവുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും, കാരണം പാട്ടിനെ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇനിയും ഇതുപോലെ ഈ സ്വരം ഞങ്ങൾക്ക് സിനിമയിലൂടെയൊക്കെ കേൾക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, വിഷ് ചെയ്യാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്.